സഖാവ് എസ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ അധ്യായമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ വരും തലമുറകൾക്ക് ഒരുപാട് രാഷ്ട്രീയ പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത നേതാവാണ് സഖാവ് എസ്. ഞാനൊക്കെ ചെറിയ കാലം മുതൽ കേൾക്കുന്ന പേരാണ്. അന്ന് സമരമുഖങ്ങളിൽ സഖാവ് എസിൻ്റെ സാന്നിധ്യം, അതിനുശേഷം സഖാവ് എസ് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഭരണാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ എല്ലാം സഖാവ് എസ് എടുത്തിട്ടുള്ള നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഏറ്റവും ഉയരത്തിൽ പിടിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിനായാലും അതുപോലെ തന്നെ മനുഷ്യരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള പോരാട്ടത്തിലും ഒരു ഒത്തുതീർപ്പിനും വഴങ്ങാത്ത ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിരുന്നു. ഞാൻ മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സഖാവ് എസ് അതിൻ്റെ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള നേതൃത്വം എന്ന നിലയിലേക്ക് സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതൃത്വം എന്ന നിലയിലാണ് സഖാവിനെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സഖാവ് എസ് അനുഭവിച്ച ത്യാഗങ്ങളെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഖാവ് എസിൻ്റെ കാലത്തെ പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സഖാവിൻ്റെ കാലത്ത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജന കാലഘട്ടത്തിലായാലും അതിനുശേഷമുള്ള CPM എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ സഖാവ് എസ് വഹിച്ച ഒരു വലിയ പങ്കുണ്ട്. അതിൽ വലിയ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുനഃപ്രവയലാർ സമരകാലത്തായാലും എല്ലാം തന്നെ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്തായാലും ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത് നമുക്ക് പ്രതീക്ഷിതമാണ്. അസുഖമായിട്ട് അദ്ദേഹം ഏറെക്കാലമായിട്ട് രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വേർപാട് അത്ര എളുപ്പമല്ല ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ. തീർച്ചയായിട്ടും സഖാവ് എസിൻ്റെ വഴികൾ, സഖാവ് എസിൻ്റെ വാക്കുകൾ, സഖാവ് എസിൻ്റെ നിലപാടുകളും പ്രവൃത്തികളും ഞങ്ങളെ മുന്നോട്ട് നയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.